ഇവക്കും കൂടി ലെഗ് അടിച്ചു കഴിഞ്ഞാൽ സീനല്ലേ പുറത്ത്. അതല്ലേ ഞാൻ പറയുന്നത്, അവക്ക് സപ്പോർട്ടല്ലേ കിട്ടുള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഞാൻ എപ്പിസോഡിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കൂടുതൽ പേരും എപ്പിസോഡ് കാണാൻ പോയവർ ആ സമയത്ത് ലൈവിൽ കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു. അതിന്റെ കുറച്ച് ഭാഗങ്ങളെ ഈ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ അവിടെ വലിയൊരു വഴക്കുണ്ടായി. അവിടെ അനുമോളെ എത്രമാത്രം ടോർച്ചർ ചെയ്യാമോ അത്രമാത്രം ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു അക്ബർ, അതുപോലെ തന്നെ അപ്പാനി. അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോൾ കുറച്ച് പേരെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. ആ ലൈവ് കണ്ടില്ലാത്തവർക്കാണെങ്കിൽ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം. അവിടെ ആ ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതിയ ഒരു വിഷയം ഉണ്ടല്ലോ, അതെന്തായാലും പൊട്ടിപ്പാളീസായി. പക്ഷെ ആ നമ്പർ എഴുതിയ വിഷയത്തെ കുറിച്ച് അനുമോൾ പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാൻ എഴുതിയത് എന്റെ നമ്പരാണ്, അത് വിടാൻ അപ്പാനിയും അക്ബറും തയ്യാറില്ല. എന്ന് വെച്ചാൽ അക്ബർ അതൊരു കണ്ടന്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോവാണ്. നിന്റെ പി ആറുകൾ എന്നെ ഉപദ്രവിച്ചു, നിന്റെ പി ആറുകൾ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അക്ബറിന്റെ പി ആർ ഇവിടെ കിടന്ന് മെഴുകുന്നതൊക്കെ എല്ലാവരും ഇപ്പൊ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ പേരും കണ്ടു കാണും. ഇല്ലെങ്കിൽ പലരുടെയും വീഡിയോ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കയറിയാൽ കാണാവുന്നതേ ഉള്ളൂ. അക്ബറിന്റെ പി ആറുകൾ അനുമോൾക്കെതിരെ പറയുന്ന കാര്യങ്ങൾ, എത്രമാത്രം സൈബർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ ഞാൻ ഈ പറയാൻ വന്നത്, ആ സമയത്ത് അനുമോൾ അവിടെ ആകെ തകർന്നിരിക്കുന്ന സമയമാണ്. ആ തകർന്നിരിക്കുന്ന സമയത്ത് അനുമോൾ സത്യമെല്ലാം വിളിച്ചു പറയുന്നു, എനിക്ക് ഇവിടുന്ന് ഇറങ്ങി പോയാൽ മതി എന്ന് പറയുന്നു, എനിക്കൊന്നും വേണ്ട, എന്നെ ഇപ്പൊ ബിഗ് ബോസ് എന്നെ ഇറക്കി വിട്ടാൽ ഞാൻ ഇപ്പോൾ പോകുമെന്ന് പറയുന്നു. അത്രമാത്രം മാനസികമായിട്ട് തളർന്നു. ആ സമയത്ത് അനുമോളോട് വന്ന് അനുമോളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ മെന്റൽ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി വന്ന രണ്ടുപേര്. ആദ്യം വന്നത് ആരാന്ന് വെച്ചാൽ ലക്ഷ്മിയായിരുന്നു. സത്യം ലക്ഷ്മിയോട് ഭയങ്കരമായ ഒരു ഇഷ്ടം തോന്നുന്നു. ഞാൻ നേരത്തെ എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ലക്ഷ്മി വെളിയിൽ നിന്ന് കളികളെല്ലാം കണ്ടിട്ട് പോയതാണ്. അതുപോലെ തന്നെ പിന്നെയും ആക്രമിക്കുന്നു. പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്, നിന്റെ പി ആറുകൾ എന്നെ വെളിയിലിട്ട് വലിച്ചു കീറുന്നു എന്നൊക്കെ ആരോ പറഞ്ഞത് കേട്ടിട്ടാണ് ഈ അക്ബർ അവിടെ കിടന്ന് ചലയ്ക്കുന്നത്. അപ്പാനിയെ കുറിച്ച് അറിയാമല്ലോ, ഇതുപോലെ വിഷം പിടിച്ചു വരുത്താൻ വേറെ ഇല്ല. ആണുങ്ങൾക്ക് ഇത്രയും കുശുമ്പും അസൂയം പാടില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ അക്ബറും അപ്പാനിയും. നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഞാൻ ഇത്രയും അസൂയം കുശുമ്പുള്ള ആണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഇത്രയും ക്രൂക്കഡായവരെ. ഇപ്പൊ തന്നെ അവർക്ക് മൊബൈലൊക്കെ കിട്ടിക്കാണും. വെളി വന്ന് കാണുമ്പോഴത്തേക്ക് എല്ലാം മനസ്സിലായി കാണും. എന്താ വെച്ചാൽ പോയതിനേക്കാൾ നല്ല ബെസ്റ്റ് നെഗറ്റീവായിട്ടാണ് വെളി വന്നിരിക്കുന്നത് എന്നുള്ളത്. അതെന്തോ ആയിക്കോട്ടെ. അവിടെ അങ്ങനെ പറഞ്ഞ് അനുമോളെ ആക്രമിക്കുമ്പോൾ അവിടെ ലക്ഷ്മി ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് അനുമോളോട്, നിനക്ക് മാത്രമേ പി ആർ ഉള്ളോ? ഇവിടെ ഉള്ളമാർക്കെല്ലാം പി ആർ ഉണ്ട്. അവരുടെ പി ആറിന്റെ ഇതിനെ മറയ്ക്കാൻ വേണ്ടി നിന്നെ ഒരു മറയാക്കുകയാണ്. നിനക്ക് മാത്രമൊന്നുമല്ല, ഇവര് ഈ പറയുന്നത് പോലെയല്ല സംഭവങ്ങൾ. നീ അതുകൊണ്ട് മെന്റലി സ്ട്രെങ്ത് ആവ്, നീ കരയാതെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും അനുമോൾ ഇരുന്ന് കരയുകയാണ്. ഞാൻ സത്യമാണ് പറഞ്ഞത്, ഞാനിത് എവിടെ പോയി ബോധിപ്പിക്കും, ബിഗ് ബോസിന് അറിയാം, ബിഗ് ബോസ് സഹായിക്കുന്നു പറഞ്ഞ് ബിഗ് ബോസിനോടും പറയുന്നുണ്ട്, കരഞ്ഞു വിളിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാലേ ഇവർക്കെല്ലാവർക്കും സംതൃപ്തി ആവത്തുള്ളൂ, ഞാൻ ഇനി ഇവനെ മരിച്ചു കാണിക്കണോ, ഇത് സത്യമാണെന്ന് അറിയിക്കാനെന്ന്. അപ്പോഴും ഒരു കൂസലുമില്ലാതെ നൂറ എന്ന് പറയുന്ന വിഷം അവിടെ ഇരിപ്പുണ്ട്. ആദില നൂറ, ഇത് രണ്ടും കൊടും വിഷങ്ങളാണെന്ന് തുറന്ന് കാട്ടിയ ഒരു എപ്പിസോഡും ലൈവുമായിരുന്നു 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആദിലയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു ആദിലെ? നിന്റെ നൂറ ടോപ്പ് 5-ൽ വരണം അല്ലേ? ടോപ്പ് 5-ൽ വരണം അല്ലയോ? എന്തായാലും തീരുമാനമായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ടോപ്പ് 5-ൽ തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരും പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കയറി ഒരു ഗപ്പും കൂടെ വാങ്ങിച്ചുകൊണ്ട് വേണം പോകാന്. എന്താ വെച്ചാൽ അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അപ്പ കിട്ടിയിരിക്കും. എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം. ആ ആഗ്രഹം അങ്ങ് നടന്നു എന്ന് തോന്നുന്നു. ടോപ്പ് 5-ലേക്കുള്ള ഒരു ആഗ്രഹം, അതൊരു ഭയങ്കര, ആ ടോപ്പ് 5-ൽ എത്തിക്കാൻ വേണ്ടിയാണല്ലോ ആദില ഇത്രയും വലിയ കളികളും ഇത്രയും വലിയ കള്ളത്തരങ്ങളും അവിടെ പറഞ്ഞത്. എന്തായാലും ടോപ്പ് 5-ൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, നമുക്ക് നോക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ സമയത്ത് അവിടെ ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അക്ബറിനോടായിട്ടും അപ്പാനിയോടായിട്ടും പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, അനുമോളോട് ആ എഴുതി കൊടുത്ത പേപ്പർ ഇരിപ്പുണ്ട്, നമ്പർ എഴുതിയ പേപ്പർ, ആ പേപ്പർ അനുമോൾ കാണിച്ചു എല്ലാവരെയും. അതുപോലെ നൂറയോട് ആ നമ്പർ എഴുതിയ പേപ്പർ കാണിക്കാൻ പറ. അപ്പൊ നമുക്ക് വിശ്വസിക്കാമല്ലോ ആരുടെ നമ്പറാണ് എഴുതി കൊടുത്തത്, പി ആറിന്റെ നമ്പറാണോ എന്നുള്ളതും. അതുപോലെ അനുമോൾ പറയുന്നത് അനുമോളിന്റെ നമ്പറാണെന്നാണ് പറയുന്നത്, അതാണോ നമുക്കറിയാമല്ലോ എന്ന്. അപ്പോൾ അപ്പാനിയും പറയുന്നുണ്ട് അത് ശരിയാണല്ലോ എന്നുള്ളത്. എന്നാ പിന്നെ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത് ശൈത്യയെയും ഈ പറയുന്ന സരികയുമാണ്. ശൈത്യയാണെങ്കിൽ പോകാൻ മടിച്ചു നിൽക്കുകയാണ്, സരികയാണെങ്കിൽ അതിന്റെ വേളി. അതിനുശേഷം ഇവരുടെ പ്രഷറിൽ അങ്ങോട്ട് പോയി ചോദിക്കാൻ വേണ്ടി പോകുന്നു നൂറയോട്. ആ സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ശൈത്യയും സരികയും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതിലാണ് ശൈത്യയുടെയും സരികയുടെയും റിയൽ ഫേസ് നമുക്ക് മനസ്സിലാകുന്നത്.
എന്നുവെച്ചാൽ അവര് പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. ഇത് ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇത് PR-ന്റെ നമ്പറാണെന്ന് അവിടെ എല്ലാം പറഞ്ഞുണ്ടാക്കിയത് എല്ലാം ഈ ശൈത്യയും സരികയുമായിരുന്നു. ഇത്രയും വലിയ വിഷം അവിടെ തുപ്പാൻ വേണ്ടി കാരണമായത് ശൈത്യയും സരികയും. ശൈത്യ ശരിക്കും പെട്ടെന്ന് ശൈത്യക്ക് മനസ്സിലായി. അവിടെ പോയി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും പറയും അത് ഒന്നിൽ അത് കാണുന്നില്ല എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ആ ടിഷ്യൂ എന്തായാലും എടുത്ത് കളഞ്ഞു, നമ്മൾ കണ്ടതാണ് ആ ടിഷ്യൂ എങ്ങനെയാണ് ഈ പറയുന്ന നൂറ അടിച്ചു മാറ്റിക്കൊണ്ട് ആരും കാണാതെ എന്താണ് ചെയ്തെന്നുള്ളത് ഇവർക്കൊന്നും മനസ്സിലാവാത്ത കാര്യം. ഇത് 24/7 ആണ്, ഇതെല്ലാരും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ആരെ മറയ്ക്കാനാണ് ഇങ്ങനെ കൊണ്ട് അനുമോളെ അവിടെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അനുമോളെ ഇട്ട് കൊടുത്തിട്ട് നൈസായിട്ട് ആ ടിഷ്യൂ കൊണ്ട് വേസ്റ്റിൽ ഇടാൻ വേണ്ടി പോകുന്നു. അല്ലെങ്കിൽ അത് ഫ്ലഷ് അടിച്ച് കളഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് പറയുന്നത് കേട്ടത്. അതിനുശേഷമാണ് ഈ നടക്കുന്നത്. നൂറയോട് ഈ പേപ്പറിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്ന ശൈത്യയും സരികയും കൂടെ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിപ്പം ഇത് പറയുമ്പോൾ നൂറയും കൂടെ അതിന് സൈഡ് പറയുമ്പോഴത്തേക്കും ഇവക്ക് ലെഗ് അടിക്കൂ. എനിക്ക് എന്തായാലും മനസ്സിലായി കൂടെ മനസ്സിലായി. പക്ഷേ പോയാൽ മനസ്സിലായി. ഇവക്കും കൂടി ലെഗ് അടിച്ചു കഴിഞ്ഞാൽ സീനല്ലേ പുറത്ത്. അതല്ലേ ഞാൻ പറയുന്നത്. അവക്ക് സപ്പോർട്ടല്ലേ കിട്ടുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. എനിക്ക് പുറത്ത് നെഗ് അടിക്കില്ലേ എന്നുള്ളത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാ ആണിക്കല്ല് ശൈത്യയായിരുന്നു. സരിക കൂട്ടും. ഓക്കെ, അപ്പം അതിനുശേഷം പറയുന്നത് നമ്മളാണെങ്കിൽ ഇതിപ്പം ആ ടിഷ്യൂൽ എഴുതിയത് ഈ പറയുന്നത് പോലെ അനുമോളുടെ നമ്പർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞത് തെറ്റായി വരില്ലേ, വെളിയിൽ എനിക്ക് നെഗ് അടിക്കില്ലേ എന്നാണ് പറയുന്നത്. അതിനുശേഷം പറയാണ് അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പൊ അവക്ക് പോസിറ്റീവ് ആവില്ലേ? ആർക്കാണ്? അനുമോൾക്ക്. അപ്പൊ ഇവരുടെ എല്ലാം ലക്ഷ്യം അനുമോളെ നെഗറ്റീവ് ആക്കുകയായിരുന്നു എന്ന് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ ഇവരുടെ മനസ്സിലിരിപ്പ് തന്നെ വെളിയിൽ വന്നതും. ഇതിനു ശേഷമാണ് അവിടെ വിഷയങ്ങളൊക്കെ നടക്കുന്നത്. ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്തത് ലക്ഷ്മിയായിരുന്നു. ലക്ഷ്മി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവസാനം ലക്ഷ്മിയുടെ കൺട്രോൾ തെറ്റി. ലക്ഷ്മി ബിഗ് ബോസിനെ പോലും മൈൻഡ് ചെയ്യാതെ പറഞ്ഞു എന്തുകൊണ്ടാണ് എനിക്കിപ്പോ ബിഗ് ബോസ് എന്തോ പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കായി. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഒരാളെ ഇട്ട് ഇങ്ങനെ കോർണർ ചെയ്യരുത്, ഇതിനാരും കൂട്ടു നിൽക്കാനും പാടില്ല, ഇത് ശരിയല്ല. അനുമോളോട് പറഞ്ഞു നീ സ്ട്രോങ് ആയിരിക്കണം, നിന്നെ ഇവരെല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവണം ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ തന്നെ അനുമോള് പറയുന്നുണ്ട് എനിക്കിനി എന്തായാലും കുഴപ്പമില്ല, എനിക്കിവിടെ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. എന്നിട്ടും മെന്റലി സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി. ആ സമയത്ത് ഞാൻ ഇത്രയും ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ ഈ മുൻഷി രഞ്ജിത്തിനെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, എന്താ ഗെയിം ഇങ്ങനെ കളിക്കുന്നത്, ഇങ്ങനെ എന്താ കാണിക്കുന്നതെന്നൊക്കെ. പക്ഷേ മുൻഷി രഞ്ജിത്ത് അവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇവിടെ നിന്നെ കോർണർ ചെയ്യുകയാണ്, ഇത് ശരിയല്ല. നിന്നോട് കോർണർ ചെയ്യണമെങ്കിൽ അതിന് കാരണമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. നിന്നിൽ തന്നെ ഇവരെല്ലാവരും നിന്നെ തന്നെ കേന്ദ്രീകരിക്കുന്നെങ്കിൽ, നിന്നെ നെഗറ്റീവാക്കാൻ നടക്കുന്നതെങ്കിൽ നിന്നുള്ളിൽ എന്തോ ഒരു സംഭവം ഉണ്ട്, നീ അത് മനസ്സിലാക്കുക. പക്ഷെ പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റത്തില്ലല്ലോ നീ കപ്പിനടുത്താണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പം അത് ശരിക്കും മുൻഷി രഞ്ജിത്ത് അവിടെ പറഞ്ഞ് നല്ല പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മുൻഷി രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇത് ചിന്തിച്ചില്ലായിരുന്നു അനുമോളോട് ഇങ്ങനെ വന്ന് പറയുമെന്നുള്ളത്. അവിടെയാണ് ഒരു കുത്തിത്തിരിപ്പുമായി ഒരുത്തം വരുന്നത്, ജിഷിൻ. ഈ ജിഷിൻ എന്ന് പറയുന്നവൻ, അവന്റെ വിചാരം അവൻ എന്തോ വലിയ ഗെയിമർ ആയിരുന്നുള്ള. സത്യം പറയുന്നത് എനിക്ക് ഇവനെ അറിയത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ സീരിയലിൽ ഒക്കെ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. ഇവൻ ഏത് സീരിയലിൽ എങ്ങനെ അഭിനയിച്ചൊന്നും അറിയത്തില്ല. എന്തോ ആയിക്കോട്ടെ, ഇവൻ ബിഗ് ബോസിനകത്ത് വന്ന് കാണിച്ചിട്ട് പോയതൊക്കെ നമ്മൾ കണ്ടതാ. ഇവന്റെ വിചാരം ഇവനെന്തോ വലിയ ഗെയിമർ ആയിരുന്നു, PR ഇല്ലാത്തതുകൊണ്ടാണ് ഇവൻ പുറത്തായത്, അതുപോലെ ഇവനെ PR ആണ് പുറത്താക്കിയെന്നുള്ളത്. ഏതോ താനൊന്നും ഒരു ഗെയിമറെ അല്ല അതിനകത്ത്. ഞങ്ങളെല്ലാം 24/7 ഫസ്റ്റ് സീസൺ മുതൽ 7ാമത്തെ സീസൺ വരെ മൊത്തം കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ നിന്നെ പോലെ പ്ലെയർ, നീ ഒരു പ്ലെയറെ അല്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ. ബാക്കിയുള്ള സീസണുകളിലൊക്കെ വന്നവരെ ഒക്കെ വന്ന് കമ്പയർ ചെയ്യുമ്പോൾ താങ്കൾ ലോ ലെവലാണ്, വെരി ലോ ലെവൽ. ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഈ സീസൺ കണ്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. താങ്കളൊന്നും ഒരു ഗെയിമർ അല്ല. ഈ വട്ടം അവിടെ വന്നതിൽ എത്ര പേരാണ് ഗെയിമർ എന്ന് നമുക്കറിയാം. ആ ഗെയിമറായിട്ടുള്ളവരെല്ലാം അവിടെ നിന്നിട്ടുണ്ട്. ആദിലയും നൂറയും ഒഴിച്ച്. ആദിലയും നൂറയും ഗെയിം ഒന്നും കളിച്ചിട്ടല്ല അവിടെ എത്തിയത്. ആദിലയും നൂറയും ഈ പറഞ്ഞ ഷാനവാസിന്റെയും അനുമോളുടെയും ഒരു പിൻബലത്തിലാണ് അവിടെ എത്തിയത്. അല്ലാതെ അവരെന്താ ഗെയിം അവിടെ കളിച്ചത്? അപ്പം ഈ ഗെയിമർ ആരാണെന്നും ആരാണ് ഗെയിമർ അല്ലാത്തതെന്നും ബിഗ് ബോസ് മെറ്റീരിയൽ ആരാണെന്നും ഒക്കെ അറിയാനുള്ള ഒരു ബോധോദയമൊക്കെ നമുക്കുണ്ട്. എന്ന് വെച്ചാൽ 1ാമത്തെ സീസൺ മുതൽ 7ാമത്തെ സീസൺ വരെ ആയി. ഇത് 7 സീസൺ വരെ കണ്ട ആളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ പറയുന്നത്. താങ്കൾ ഒരു വലിയ പ്ലെയറോ അവിടുത്തെ ബിഗ് ബോസ് മെറ്റീരിയലോ ഒന്നും അല്ല. താങ്കൾക്ക് ചുമ്മാ കിടന്ന് അലയ്ക്കാനും വാവയ്ക്കാനും ഒക്കെ അറിയത്തുള്ളൂ. കിച്ചണിൽ കയറി ഇരുന്നിട്ട് എന്തൊക്കെയാ കാണിക്കുന്നത്? എന്നിട്ട് തനിക്ക് ഇപ്പൊ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി തരണം ബിഗ് ബോസിനോട്. താങ്കളെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് താങ്കൾ വെളിയിൽ പോയത്. എന്നിട്ട് അവിടെ വന്നിട്ട് അനുമോളോട് പറയുകയാണ്
നിങ്ങൾ കാരണം ഈ പറയുന്നത് ശരിയല്ലേ, നിന്റെ PR കാരണം ഒരുപാട് എന്നെ പോലുള്ളവരൊക്കെ വെളിയിൽ പോകുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി അവിടെ ലക്ഷ്മി കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി അപ്പോഴാണ് പറയുന്നത് അനുമോളോട്, ഇവർക്കെല്ലാം ചുരുക്കാണ്, ഇവരൊന്നും ഇവിടെ ഗെയിം ഒന്നും കളിക്കാത്തതുകൊണ്ടാണ് പുറത്തായത്. ഞാനും ഇവിടെ വന്നു, ഞാൻ ഗെയിം കളിച്ചു, എന്റെ ഗെയിം എനിക്കൊരു ഫേമസ് ആവണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ വന്നു, ഫേമസ് ആയി, എനിക്ക് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് ഉണ്ടായി, ഞാനതിൽ സന്തോഷവതിയാണ്. അല്ലാതെ ഇവരും ഗെയിം കളിക്കാൻ വന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഗെയിം ഒന്നും ഇല്ലാതെ പോയി. ആ ഗെയിം ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇവർ പുറത്തായത്. പക്ഷെ ഇവര് ബാക്കിയുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് PR ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പുറത്തായത് എന്നാണ്, മറ്റുള്ളവരുടെ PR കാരണമാണ് ഞങ്ങൾ പുറത്തായത് എന്നുള്ളതാണെന്ന്. അത് കൃത്യമായിട്ട് അവിടെ ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് കേട്ടോണ്ട് വന്ന ജിഷിൻ എന്ത് ചെയ്തു, ലക്ഷ്മി ഇവിടെ PR ഉള്ളതുകൊണ്ടാണ് 3 ആഴ്ച നിന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, ഇവിടെ 3-4 ആഴ്ച ഇവിടെ നിന്നത് എന്ന് പറഞ്ഞിട്ട് കുറെ ഡയലോഗും അതിനുള്ള മറുപടിയും ലക്ഷ്മി കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി പറഞ്ഞു, ഞാൻ ഒരുത്തന്നെയും PR ഒന്നും എടുത്തിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്നങ്ങ് ഇരിക്കട്ടെ എന്ന് തന്നെ അങ്ങ് പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം കണ്ട് ബിഗ് ബോസിന് മനസ്സിലായി ഇത് കയ്യിൽ നിൽക്കത്തില്ല എന്നുള്ളത്. എന്നുവെച്ചാൽ ഒരാളെ ഇത്രയും പേര് കോർണർ ചെയ്യുകയാണ്, ഇന്നും കൂടി അവരവിടെ നിർത്തിയേനെ. പക്ഷെ ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വരാൻ പറഞ്ഞു, ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, തിന്നിട്ട് എല്ലാം ഓടിക്കോളാൻ പറഞ്ഞു. ഇവിടെ നിന്റെയൊക്കെ സേവനം ഇത്രയും മതിയെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു എല്ലാത്തിനെയും. അവിടെ എല്ലാവരും പോയി അനീഷിനോട് പറയുന്നുണ്ട്, അനീഷ് ഭയങ്കര ഗെയിമറാണ്, അല്ലെങ്കിൽ അനീഷ് നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് കൈയെല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ അനുമോളോട് പോയിട്ട് കുറെ ഡയലോഗുകളും, എന്താ വെച്ചാൽ ഇപ്പോഴും അവർ നെഗറ്റീവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോള് കാരണമാണെന്ന്. അനുമോള് നിങ്ങളെ എന്ത് ചെയ്തു? അനുമോൾ അവിടെ കണ്ടത് പറഞ്ഞതോ? നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാര്യം? ഈ അനുമോള് കണ്ടു എന്ന് പറയുന്നത് കണ്ടെന്ന് പറഞ്ഞു, ഓക്കെ, അവിടെ ചെയ്ത കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു. ഇവർക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇതുവരെയും ഒരെണ്ണം തെളിയിക്കാൻ? ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് അനുമോള് പറഞ്ഞത് കള്ളത്തരമാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു കേസ് കെട്ട് അവിടെ തെളിയിക്കാൻ പറ്റിയോ? ഇത്രയും പേര് അവിടെ പോയി ഇരുന്നിട്ട് അവര് വെളിയിൽ നിന്നൊക്കെ ഗെയിമെല്ലാം കണ്ടിട്ട് പോയതാണല്ലോ. ഒരെണ്ണം അനുമോള് പറഞ്ഞതിൽ ഏതാണ് തെറ്റെന്നുള്ളത് ഒന്നും പറയാൻ പറ്റാതെ അവിടെ പോയി അനുമോളെ വട്ടം ചുറ്റി ആക്രമിച്ചു. എന്നിട്ടും ആ പെണ്ണ് അത്രയും പിടിച്ചു നിന്നെങ്കിൽ അതിന്റെ വിൽ പവറാണ്. അവസാനമാണ് തകർന്നു പോയത്. ആ ആദില ചതിച്ചു, നൂറ ചതിച്ചു എന്നുള്ളപ്പോൾ നൂറയുടെ അടുത്ത് പറഞ്ഞു, നിനക്ക് സത്യങ്ങൾ അറിയാം, നീ പറയുന്ന പറഞ്ഞിട്ട് നൂറ അവിടെ മിണ്ടാതെ അവിടെ ഇരുന്നു. പെരുങ്കള്ളി, വഞ്ചകി, ഇതുപോലൊരു കൂട്ടുകാരൊന്നും നിങ്ങളാരും കൂട്ടരുത് ദയവ് ചെയ്ത്. ഈ വീഡിയോ കാണുന്നവര് ചിലപ്പം അവരാരും ഈ വീഡിയോ കാണത്തില്ലായിരിക്കാം, എന്ന് വെച്ചാൽ അനുമോളുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ അനുമോളുടെ ആരെങ്കിലും ഇത് കാണത്തില്ലായിരിക്കാം. ഈ വീഡിയോ കാണുമ്പോൾ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ കാണുന്നില്ലെങ്കിൽ തന്നെ ഈ വീഡിയോ ഇപ്പൊ ഇതുവരെ കണ്ടവർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കണം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ആദില, നൂറ, ശൈത്യ, ജിഷിൻ, അതുപോലെ തന്നെ പ്രവീണ് സമയത്തിനൊത്ത് കാല് വരുന്നവനാണ്. ഞാൻ കണ്ടിടത്തോളമാണ് ഞാൻ പറയുന്നത്. പ്രവീൺ, അതുപോലെ ഈ ഓപ്പോസിറ്റ് നിന്ന അത്രയും പേര്, ഇവരെ ഒന്നും അനുമോളുമായിട്ട് കമ്പനി അടിക്കാൻ വിടരുത്. എന്നുവെച്ചാൽ അനുമോളെ ഇവർ ഏത് രീതിയിൽ എപ്പോൾ വേണമെങ്കിലും ചതിക്കാം. കാരണം ഇവരുടെ മനസ്സിൽ ഈ ഒരു റിവഞ്ച് എപ്പോഴും കാണും. ഈ പ്രവീണിന്റെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാര്യം, പ്രവീൺ അവിടെ നിൽക്കത്തില്ല ഇവിടെ നിൽക്കത്തില്ല. ഇവിടെ ഇത്രയും വിഷയം നടന്നിട്ട് പോലും അനുമോളോട് വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ ഇതാണ് ശരി, നീ ഇങ്ങനെ ചെയ്, നീ ഇങ്ങനെ പറ, ഇതൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം കേട്ട് എന്തോ സാറ് വന്നിട്ട് അവിടെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്തെല്ലാം സാറ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആൻസർ പറയുന്നു. ഈ ഒരു സിസ്റ്റം ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പ്രവീൺ അനുമോളെ സൂചിപ്പിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രവീണിനെ അധികം അടുപ്പിക്കേണ്ട എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പ്രവീൺ എന്ന് മാത്രമല്ല, ഈ ലക്ഷ്മിയെ ഒഴിച്ച് വേറെ ആരെയും ഈ അനുമോളോട് അടുപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ലക്ഷ്മി അടുത്താലും പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ലക്ഷ്മി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മിയാണ് ഒരു മെന്റൽ സപ്പോർട്ട് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത് പോയപ്പോൾ മുതൽ. ലക്ഷ്മിയും കൂടെ അവിടെ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അനുമോളെ തകർന്ന് തരിപ്പണമായേനെ, ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോയേനെ. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുക അനുമോൾക്ക്. ഇനിയുള്ള ആ ബിഗ് ബോസ് ഹൗസിനകത്ത് പോയവരുമായിട്ടൊന്നും അധികം ബന്ധമൊന്നും വേണ്ട. ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവും വെക്കരുത്. ഏത് നിമിഷവും ഇവർ ചതിക്കും. വെളിയിലാണെങ്കിലും ഇവർ ചതിക്കും. എന്നുവെച്ചാൽ ഈ റിവഞ്ച് കിടക്കും. പറയാൻ കാര്യം, ബിഗ് ബോസിൽ നിന്ന് പോയിട്ടുള്ളതെല്ലാം അങ്ങനെയാണ്. ബിഗ് ബോസിൽ നിന്ന് അവർക്ക് നല്ല വൈരാഗ്യത്തോട് ഇവരെല്ലാരും പറയും, ഞങ്ങൾക്ക് വിഷമമില്ല, വൈരാഗ്യമില്ല, ഒന്നും ദേഷ്യമില്ല എന്നൊക്കെ പറയും. അതൊക്കെ ചുമ്മാതാണ്. വെളിയിലാണെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അവരിട്ട് കൊടുക്കും, അവരുടെ മനസ്സിൽ ഈ വൈരാഗ്യം ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് കൂടുതലും ഇവരാരുമായിട്ടും അടുപ്പിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ലക്ഷ്മിയെ മാത്രം നിങ്ങൾ അടുപ്പിക്കുക. ലക്ഷ്മിയെ കുറച്ച് കാര്യവിവരവും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ തെറ്റും ശരിയും ശരിക്കും അറിയാവുന്ന ഒരാളായിട്ട് എനിക്ക് ലക്ഷ്മിയെ തോന്നി. അതുകൊണ്ടാണ്. പിന്നെ ലക്ഷ്മി ഈ പറഞ്ഞ അനുമോളുടെ കൂടെ കൂടിയ പലരും, അനുമോളുടെ കൂടെ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ വന്ന് സ്നേഹം നടിച്ചവർ, ഇപ്പൊ കോർണർ ചെയ്തവർ, അല്ലെങ്കിൽ ന്യൂട്രലായിട്ട് നിന്നവർ, ഇവരുടെ ഒന്നും സ്നേഹബന്ധം ഈ പറയുന്ന അനുമോൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അനുമോളോട് ഇവരെ ഒന്നും അടുപ്പിക്കാതിരിക്കുക, ലക്ഷ്മിയെ ഒഴിച്ച്. ഞാൻ ലക്ഷ്മിയുടെ കാര്യം പിന്നെയും പറയാൻ കാര്യം, ആ ഒരു ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലക്ഷ്മി ഇല്ലാത്തൊരവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ലക്ഷ്മി ഇല്ലാത്തൊരവസ്ഥ
വലിയൊരു ആ സമയത്ത് ലക്ഷ്മിയുടെ കൂടെ മെന്റൽ സപ്പോർട്ട് അവിടെ കിട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കാം ആ ബിഗ് ബോസ് ഹൗസിൽ. അതിന് നിങ്ങൾ ലക്ഷ്മിയോട് കടപ്പെട്ടിരിക്കണം. അവിടെ ലക്ഷ്മി കൊടുത്ത ആ മെന്റൽ സ്ട്രെങ്തിനും അതുപോലെ ധൈര്യത്തിനും എല്ലാം. ഓക്കെ, എന്തായാലും ഈ കടിച്ചു കയറിയ കഴുകന്മാരെ എല്ലാം ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ കഴുകന്മാരിനി വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ഈ കഴുകന്മാരെല്ലാം ഞെട്ടാൻ പോകുന്നത്. ഇവരെ അനുമോളെ നെഗറ്റീവ് ആക്കാൻ പോയി പക്കാ നെഗറ്റീവായിട്ട് വെളിയിൽ വന്നവർ. നല്ല കാര്യം. ഇനി ജീവിതകാലത്തിൽ ഈ ബിഗ് ബോസ് ഷോ എന്നല്ല, ഈ ബിഗ് ബോസ് ഷോയിൽ പോയവർക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ പോയവർക്കും അറിയാം, അല്ലെങ്കിൽ അവരുടെ അനുഭവം ചോദിച്ചു നോക്കിയാൽ മതി. പറയും വെളിയിൽ വന്ന് വലിയ വായിലൊക്കെ പറയും, ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾക്കൊന്നും വിഷയമില്ല, ഞങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന്. ശരിക്കും എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പഴയ കണ്ടസ്റ്റൻസിന്റെ ജീവിതമൊക്കെ എടുത്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ അവരുടെയൊക്കെ കാര്യങ്ങൾ കേട്ടാൽ മതി. ഓക്കെ, അതുകൊണ്ട് നിങ്ങളെയൊക്കെ ശരിക്കും എഫക്റ്റും ചെയ്യും നമുക്കറിയാം. നിങ്ങൾ ഓരോന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ഇനി കിടന്ന് കയ്യും കാലും ഇട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവനവൻ അനുഭവിക്കണം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും അതെന്തായാലും കാലാകാലങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് നടന്നുകൊണ്ടേയിരിക്കും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് കാണാം.